ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 15 കോടി 10 ലക്ഷം ഒരു തരം, 15 കോടി 10 ലക്ഷം രണ്ട് തരം, 15 കോടി 10 ലക്ഷം. 15 കോടി 10 ലക്ഷത്തി 500. ഇതിനു വേണ്ടി മാത്രം കോടീശ്വരനായ ഈ മുതലാളി ഒരു ഫണ്ട് തന്നെ കരുതുന്നുണ്ട്. ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നതേ ഇതേപോലുള്ള ജപ്തിയായ വീടുകൾ പിടിക്കാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ലേലത്തിന് പങ്കെടുക്കുന്നവർക്ക് ഒരു ചായ സൽക്കാരമുണ്ട്. അതിൽ പങ്കെടുത്ത ശേഷം നമുക്ക് ലേല സ്ഥലത്തേക്ക് പോകാം. അപ്പോ ലേലം ഇവിടെ അല്ലേ? എല്ലാം ഇവിടെ തന്നെ, തുടക്കം മുതൽ അടക്കം വരെ ഇവിടെ നടത്താനുള്ള ഏർപ്പാട് നടത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്നാ പിന്നെ നീങ്ങുമല്ലേ? എന്താ? ഇവിടത്തെ ലേലം ഉറപ്പിച്ച ശേഷം ഞങ്ങൾക്ക് അടുത്ത ഒരു ലേല സ്ഥലത്തേക്ക് പോകേണ്ടതാ. അപ്പോ ഇത് തന്നെ പരിപാടിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് മുതലാളിക്ക് ഒരു ക്രേസാ. ആയിക്കോട്ടെ, എന്താ അവിടെയാ ചായ സൽക്കാരം. അത് കഴിഞ്ഞിട്ടാവാം. വാ പോവാം. ആ വരൂ, അകത്തേക്ക് വാ. സെറ്റപ്പ് അവിടെയാ. ഇതെന്താ ഇവിടെ? വടയും ചായയും കഴിക്കണ്ടേ? എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരാ വടയും ചായയും കൊണ്ടുവരുന്നത്? ദാ വരുന്നു. ഇതെന്തിനാ കത്തി? അപ്പൊ ചമ്മന്തി ഇല്ലേ? ഇതുപോലെ കത്തിക്ക് കുത്തിയാ നമ്മൾ കഴിക്കുന്നേ. അപ്പൊ ചമ്മന്തിയുടെ ആവശ്യമില്ല. ലേലം കഴിയുന്നവരെ നീയൊക്കെ ഇവിടെ ഇരിക്കും. അയ്യോ അയ്യോ, അനങ്ങിയാൽ ഒരവള്ളി ഞാൻ പൂളും. എടോ, ഇതെന്ത് പോക്കിരുത്തരാ താൻ കാണിക്കുന്നേ? ഒച്ച വെച്ച ഒന്ന് നിന്നെയൊക്കെ ഈ സെപ്റ്റി ടാങ്കിനുള്ളിലാക്കിയിട്ട് കുറച്ച് ആസിഡും കൂടി ഒഴിച്ചാ നീയൊക്കെ അവിടെ കിടന്ന് വെന്ത് ചാവും. എല്ലു പോലും ഉരുകി പോകുന്ന ആസിഡാ ആ കന്നാസിനകത്തുള്ളത്. സെപ്റ്റി ടാങ്കിനകത്ത് കിടന്ന് നാറി ചാവണോ അതോ മാനം മര്യാദക്ക് വീട്ടുകാരെ കണ്ട് ചാകണോന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം. എന്താ വേണ്ടത്? വീട്ടുകാരെ കണ്ട് ചത്താ മതി. എന്നാ അനങ്ങാണ്ട് ഇവിടെ ഇരുന്നോണം. ലേലം തീരുന്നവരെ ശബ്ദം പുറത്തു കേൾക്കരുത്. നോക്കിക്കോണം സർ. ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരട്ടെ. നമ്മുടെ ലിസ്റ്റിൽ പെടാത്ത 1-2 പേര് വന്ന് ചാടിയിട്ടുണ്ട്. കുഴപ്പക്കാരാണെന്ന് കണ്ട അവരെ ഇതുപോലെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും, ചായയും വടയും കൊടുക്കാൻ. പിന്നെ എന്താന്ന് വെച്ചാ കൊടുത്തോ. ശബ്ദം ഇവിടുന്ന് അപ്പുറത്തേക്ക് കേൾക്കാതിരുന്നാ മതി. ഓട്ടടാ. ഞങ്ങൾക്ക് ഈ ലേലം വേണ്ട. ഞങ്ങളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞങ്ങള് വെറുതെ വിടണം. $15 കോടി 10 ലക്ഷം രൂപ. 15 കോടി 10 ലക്ഷം ഒരു തരം, 15 കോടി 10 ലക്ഷം രണ്ട് തരം, 15 കോടി 10 ലക്ഷം രണ്ട് തരം. വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 15 കോടി 10 ലക്ഷം ഒരു തരം, 15 കോടി 10 ലക്ഷം രണ്ട് തരം, 15 കോടി 10 ലക്ഷം. 15 കോടി 10 ലക്ഷത്തി 500.
15,10,00,500. ഉം. 15,10,00,500 ഒരു തരം. 15,10,00,500 രണ്ട് തരം. 15,10,00,500 രണ്ട് തരം. 15,11,00,000 രൂപ. 15,11,00,000 ഒരു തരം. 15,11,00,000 രണ്ട് തരം. 15,11,50,000. 15,11,50,000 ഒരു തരം. 15,11,50,000 രണ്ട് തരം. 15,13,00,000. ഏതായി തള്ള? നിങ്ങളുടെ സ്വന്തം. സത്യഭാമയുടെ മകളെ കൊടുത്തിരിക്കുന്നത് ഇവരുടെ വീട്ടിലേക്കാ. സത്യഭാമയുടെ പണ്ടേ ഒരു ചുരുക്ക് ഇവർക്കുള്ളതാ. ആ ചുരുക്ക ഈ വിളിച്ചു തീർക്കുന്നത്. ഒന്ന് ചെന്ന് വിറപ്പിച്ചേക്ക്. സ്വന്തം എന്നതൊന്നും നോക്കണ്ട. 15,13,00,000 രൂപ രണ്ട് തരം. ടീ ബ്രേക്കിന് ശേഷം ലേലം തുടരും. ആ തള്ള കുഴപ്പാ. അവരെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ തുക കത്തിക്കയറും. വിളിച്ചു കയറ്റി നമ്മുടെ പെടലിക്ക് വെക്കാനുള്ള വരവാ. ഏത് വിധേനയും അവരെ തടയണം. മോളെ, നീ അതിമാന്യമാണെന്ന് പറഞ്ഞു നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാന്യതകേട് കാണിക്കാം. ചെല്ല്. അനു, എന്തായി അവിടുത്തെ കാര്യങ്ങള്?